Hello மக்களே, welcome to the channel Tamil Family Reacts. நான் ஸ்வாதி பிரபாகர் with me my best friend பூஷா. Hi friends. ஓகே, பூஷா இல்லாத வீடியோல எல்லாம் போய் பூஷா பூஷான்னு போட்டுடுறீங்க. பூஷா வந்தாச்சு. இன்னைக்கு நம்ம சேனல்ல ஏற்கனவே வெட்டம்னு ஒரு மூவி பார்த்துருந்தோம் பூஷா. அந்த மூவி பிரியதர்ஷன் ஒரு டைரக்டர் பண்ணியிருந்தாரு. இது வரைக்கும் நம்ம சேனல்ல போட்டதுல என்னோட மோஸ்ட் ஃபேவரட் காமெடி மூவினா வெட்டம் தான். ஓகே, பயங்கர காமெடியா இருக்கும். சிரிச்சு சிரிச்சு எங்களுக்கு எல்லாம் வயிறு வலிச்சிருச்சு, அப்படி இருந்துச்சு. ஓகே, சோ இதெல்லாம் ஆஃபீஸ்ல ஃப்ரெண்ட்ஸ் கிட்ட எல்லாம் டிஸ்கஸ் பண்றதுக்கு போது எனக்கு கிளிக்கம் அப்படின்னு சொல்லி ஒரு மூவி சஜஸ்ட் பண்ணாங்க. மூவி போய் செக் பண்ணா மூவியோட மீனிங் ஏதோ இந்த குழந்தைங்க விளையாடுவாங்களா இந்த ரேட்டல், அந்த அதுதான் கிளிக்கம் அப்படின்னு போட்டிருந்தது. உண்மையா என்னன்னு தெரியல. அப்புறம் இந்த மூவியோட டைரக்டரும் பிரியதர்ஷன் தான். இதுல நான் ஹை எக்ஸ்பெக்டேஷனோட போறேன், நிறைய காமெடி இருக்கும்னு. மூவிக்குள்ள போயிடலாமா? போலாம். ஓகே. எல்லாத்தையும் ஆள் இருக்காங்க பாரு, எல்லா பத்தியும் அந்த கிரீன் ஃபிளாக் வச்சுட்டு. என்ன அவ்வளவுதான் இன்ட்ரோவா? வெல்கம் 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 யுவர் ட்ரீம் இன் பீச் ஹனிமூன் காட்டேஜ். த்ரிஷ்யம்க்கு அப்புறமா இப்பதான் பாக்குறேன் இவரை. ரூம் கரேஜ் வித் சீப் ரேட். அரே விசாலி ஆப் போர்ட்டர் கைட். இது போர்ட்டர் வேலை பாக்குற போர்ட்டர் கைட். யுவர் ட்ரீம் இன் பீச். இல்லனா சவுண்ட் கொடுக்கவே தெரியல. नमस्ते साहब। तुम पता करो वो इंस्पेक्टर जैन किधर है। मैं वो काम आज ही खत्म कर देगा। जी साहब। നിന്റെ അച്ഛൻ ജോഡിയാടാ എന്നെ ഒരു കുതിരക്കളി പ്രാന്തനാക്കിയത്. ഹി വാസ് എ വണ്ടർഫുൾ ജോക്കി. ഞാൻ ഡാഡിയെ കണ്ടിട്ടില്ല. അറിയാം, ഓദിക്കുമാടില്ലത്തിലെ നിന്റെ അമ്മ അച്ചുവേട്ടൻ നിന്റെ അപ്പൂപ്പൻ വന്ന് പെട്ടുപോയതാ. நம்ம உப்பப்பா പോയവരൊക്കെ പോയി. ஆமா, உஸ்தாத் ஹோட்டல் உப்பப்பா. സാറിന്റെ കൂടെ നടക്കുന്ന എന്നെ പറ്റി സാർ ആലോചിക്കാത്തതാ? ഒരു ജോലി റിട്ടയർ ചെയ്ത് ഞാൻ എവിടെ പോയി ജോലി ഉണ്ടാക്കാനാ? നിനക്ക് പാചകം ചെയ്യാൻ പറ്റും? മറ്റോ നീ പറഞ്ഞാൽ പോലും ജോലിയുടെ മകനെ കൊണ്ട് അത്തരം പണി ഞാൻ ചെയ്യിക്കില്ല. നോക്കട്ടെ, ആരോടെങ്കിലും പറഞ്ഞു നോക്കാം. ശരി സാർ, നാളെ രാവിലെ കാണാം. இவரு வெட்டம்ல பயங்கர கவலை பண்ணிங்க பூஷா. செக்கி சம்திங் ஏதோ இருக்கு. രക്ഷപ്പെട്ടു. കിളവൻ ഇങ്ങോട്ടല്ല, ആടി ആടി വരുന്നവൻ. നീ എന്തിനാ അയാളെ ഇത് വഴി ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? അങ്ങേര് നടക്കുന്നതിന്റെ കൂടെ നടക്കുന്നതല്ലേ എന്റെ ജോലി. ഇങ്ങോട്ട് നടന്നു, ഞാനും നടന്നു. ജോജി, എന്നെ പറ്റി നീ അങ്ങോട്ട് വല്ലതും പറഞ്ഞോ? നിന്നെ പറ്റി എന്തോന്ന് പറയാൻ? എന്തോന്നോ പറഞ്ഞല്ല. എന്ത് പറഞ്ഞു? അത് നിന്നെ പറ്റിയല്ല. ഒന്നും പറഞ്ഞല്ലോ. രക്ഷപ്പെട്ടു. 2 കൊല്ലമായി അയാൾ എന്നെ തപ്പി നടക്കുക. പെൻഷൻ പറ്റിയെങ്കിലും ഇനി അയാൾ എന്നെ തൂക്കാൻ നീ പറ്റില്ല. അങ്ങേരുടെ ഫോട്ടോ എല്ലാം എടുത്തു കൊടുത്താ? എടുത്തു. എന്ത് ഈ കായപ്പെട്ടി പതിഞ്ഞില്ലേ? ഫിലിം ഉണ്ടെങ്കിലേ പതിയും. നീ ഒരു സ്മോളിങ് തന്നെ. സ്മാളൊന്നുമില്ല, എല്ലാം അങ്ങനെ കൂടി ചേർത്ത്. நான் இவரை இப்பதான் ஃபர்ஸ்ட் டைம் ஜீன்ஸ்ல பாக்குறேன். ഇതിന്റെ ഒരു കോപ്പി എടുത്തി. അച്ഛന്റെ ഫോട്ടോ വീട്ടിലില്ലാന്ന് പറയുന്ന മോശമല്ലേ? ആര് പറയുന്നത്? നാട്ടുകാർ പറയില്ലേ? നാട്ടുകാർ പറയുന്ന പ്രശ്നമേ ഉള്ളൂ, അല്ല തനിക്ക് വേണ്ടിയല്ല. അല്ല അതല്ല, ഇതിവിടെ വെച്ചിരിക്കുന്ന നാട്ടുകാർ പറയാതിരിക്കാൻ വേണ്ടിയല്ല. ഈ വലിയ മനുഷ്യനില്ലായിരുന്നെങ്കിൽ ഈ ജസ്റ്റിസ് പിള്ള ഇന്ന് ആരും ആകുമായിരുന്നില്ല. താൻ കൊടുത്തയച്ച നോട്ട്സ് വായിച്ചു. പ്രോസിക്യൂഷൻ വീക്കാണോ ബിയോണ്ട് ഡൗട്ട്സ് ആ വാദിച്ചു നിർത്തിയിരിക്കുന്നു. ലൈഫ് കൊടുക്കേണ്ട കേസാ, അപ്പീല് പോയി തള്ളിപ്പോവും. 7 കൊല്ലം വരെ കൊടുക്കാം. നിങ്ങൾ വല്ലതും കഴിച്ചോ? ഏയ് ഇല്ല. എടോ കിട്ടുണ്ണി, കഴിഞ്ഞില്ലേ? ഇല്ല, കഴിഞ്ഞില്ല. ഒരു ദിവസം എല്ലാം കൂടി ഞാൻ തൂത്തു വരും. തന്റെ അലക്കിതുവരെ இவரை வெட்டம் படத்துல இருப்பாரு. எல்லாரும் விண்டேஜ் காமெடியன்ஸ் நினைக்கலாம். എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. പെരട്ട് കളഞ്ഞു വരുന്നു സാറേ. വിരിച്ചു സാറേ. പണ്ടാറക്കാലം അനങ്ങിക്കൊണ്ടിരിക്കാണേ. പണി മുഴുവൻ നിന്റെ അപ്പനോടാ ചെയ്യണം. இந்த கார்னர் அந்த கார்னர் வரைக்கும் പോണ്ട. ഞാൻ പറഞ്ഞു, ഇവിടുന്ന് വിളിച്ചു പറഞ്ഞാൽ കേൾക്കില്ല. അതുകൊണ്ട് അയ്യോ കൊറേ നേരം ഞാൻ കണ്ടില്ല. ഞാൻ ഈ സ്ത്രീയെ കണ്ടു. ഇയാളെന്താ പട്ടിയെ പോലെ നിന്ന് കിടക്കുന്നത്? പറയണ ജോലികളൊക്കെ ചെയ്ത് തീർക്കണ്ടേ സാറേ? ഇത് പ്ലേറ്റ് അല്ലേ? இதை பார்க்கும்போது எனக்கு ஒரு சீன் ஞாபகம் வருதுடா. சிறுத்தை படத்துல ஹீரோயினை பாக்குறதுக்கு ஹீரோ இப்படிதான் நான் ஸ்டாப்பிங் ஓடிட்டே இருப்பாரு. 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. கழுதா போலீஸ் போலீஸ் பிஜிஎம் பத்தியா? हमको गिरफ्तार करने का हिम्मत आज तक किसी ने नहीं किया। तुम पहला आदमी है जिसने ये गलती किया। जब हम जेल जा रहा था कि हम तुमको इस गलती का सजा जरूर देगा। मैं तुम जैसों से नहीं डरता, वो मैं देखना चाहता हूँ। इसीलिए तो हम जेल से बाहर आया है, तुमको बताने कि हम तुमको क्या कर सकता है। போலீஸ் கண்ணு ரோட்ல விட்டுட்டான். इंस्पेक्टर हमको हाथ लगाया, हमको हथकड़ी पहनाया था, हमको सारा जेल भेजा था। अभी सड़क पर भीख मांगेगा। ഹലോ ജോജി,
പിന്നെ അതായത് പെൻഷൻ പറ്റുമോ പറയണേ, ബെസ്റ്റ് ജോലി. പോകുമ്പോ SV സമർസിന്ന് ആരെങ്കിലും ഒന്ന് വരാൻ പറയണം. ഇവിടുത്തെ അസംബ്ലിമേറ്റ് കേടാ. ശരി. മരുന്ന് കറക്റ്റ് ആയിട്ട് കഴിക്കണം. വെയിറ്റുള്ള സാധനം ഒന്നും എടുക്കരുത്. ബാക്ക് തോട്ടത്തിലെ കണക്കെല്ലാം ഡാഡി ഏൽപ്പിക്കാൻ മാനേജരോട് പറഞ്ഞു. അതെന്താ? ഈ മാസം മുതൽ ഞാൻ നോക്കാൻ പോവാ. ഞങ്ങളെ വിശ്വാസമില്ലേ? കുറെ കാശ് മുടിച്ചെന്നല്ലാതെ തോട്ടത്തിലെ കാര്യങ്ങൾ നീ നിന്റെ അളിയനും നോക്കിയിട്ടില്ല. കഴിഞ്ഞ ഒരു മാസം 23,000 24,000 രൂപയാ നിങ്ങൾ രണ്ടും കൂടെ എഴുതി തള്ളിയിരിക്കുന്നത്. അളിയനിക്കാര്യത്തിൽ വലിയ വിഷമമുണ്ട്. ഇന്നലെ എന്നോട് ഒരുപാട് സങ്കടം പറഞ്ഞു. നിന്നോട് സങ്കടം പറഞ്ഞു? സങ്കടക്കാക്ക നീ ആരാ? വൈക്കത്തപ്പനോ അതോ കൊട്ടാരക്കര ഗണപതിയോ? എന്നോട് പറയുന്ന അളിയനോട് പറഞ്ഞാലേ ചട്ടുകാരുമായിട്ട് മോൾ ഇവിടെ കുത്തിയിരിക്കും. അവിടെ വയ്യാത്ത കാലിനും ചേർത്ത് വിലയിട്ടാ അവളെ ഞാൻ കെട്ടിച്ചയച്ചിരിക്കുന്നത്. അളിയനും കൂടെ സെറ്റ് കൂടി അവളെ വെച്ച് മുതലെടുക്കാൻ നോക്കുന്നു. അവരാരും എന്തോ ആവട്ടെ. അപ്പൊ എന്റെ കാര്യം എങ്ങനെ? എന്ത് കാര്യം? അല്ല, എനിക്കുള്ള എഴുതി തന്നാ ഞാൻ നോക്കിക്കോളാം. മര്യാദയ്ക്ക് ആ തോട്ടത്തിൽ പോയി താമസിച്ച് അവിടുത്തെ കാര്യങ്ങൾ നോക്കി ജീവിച്ചാല് മാന്യമായ ശമ്പളം നിനക്ക് എഴുതിയെടുക്കാം. അല്ലെങ്കിൽ ഇവിടെ വന്ന് താമസിക്കണം. തോട്ടത്തിലെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. எவ்வளவு தைரியமா சொத்து எழுதித்தான்னு கேக்குறான். ஸ்டைலா இருக்கு. இவரு എന്റെ മോനെ ஃபுல்லா வேஸ்ட் ஷர்ட்ல தான் பாத்துருக்கேன் ரீசன்ட்டா. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഇങ്ങനെയാ സാർ. ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ അതിനെ വിളിപ്പിച്ച, അതിന് ഇയാളെ ഏൽപ്പിച്ച അതിന്റെ പേര് 3 ദിവസത്തേക്ക് എനിക്ക് ആഹാരം ഉണ്ടാകില്ല. ഞാൻ ഒരു കാര്യം പറയാം. അണ്ടകടാഹം പോലെ വീടും കെട്ടിയിട്ട് അതിനകത്ത് മാട് പോലെ ഓടിയാണെന്ന് പണിയെടുക്കാൻ എനിക്ക് വയ്യ. അടുക്കള പണിക്കെങ്കിലും ഒരാളെ നിർത്തിയില്ലെങ്കിൽ എന്റെ ശവദാഹമേ നടക്കും. ഓഹോ ജോജി, ആരെങ്കിലും ഒരാളെ കണ്ടുപിടിച്ച് ഇയാളെ ശവദാഹത്തിന് ഇവിടെ കൊണ്ടു നിർത്തണേ. അല്ല, അടുക്കള പണി. ഞാൻ ആ ബില്ലും പൈസ എടുത്തോണ്ട് ഇപ്പൊ ഒരെണ്ണം പോയത് കണ്ടില്ലേ? ഇതിന് സ്പീഡായി ഇവന്റെ തള്ളക്കി ക്ലബിലെ ചീട്ടുകളിയും കെട്ടിയന്മാരെ പറ്റിയുള്ള പരദൂഷണവും പൊങ്ങച്ചവും പറഞ്ഞ് കക്ഷം കാണിച്ചിട്ട് ബ്ലൗസ് ഇട്ട് നടക്കും. അടുക്കള കയറി മൂപ്പിൽസ് 20 വർഷമായി കുടുംബമായി പണിങ്ങിട്ട് ഇതിന്റെ അകത്തൊന്ന് പറ്റിയെടുക്കണം. ഈ ഉള്ളവൻ മാത്രമുണ്ട് കൂടെ. പക്ഷെ അങ്ങാടി തോറ്റ അമ്മയോടൊന്ന് കേട്ടിട്ടില്ലേ? അതാണ് എന്റെ ഗതി. ഇയാൾ ആരെ മറ്റേ അത് ശരി. അപ്പൊ നിങ്ങളൊക്കെ ഗ്രൂപ്പാണല്ലേ? നിനക്ക് ഞാൻ ശരിയാക്കി തരാം. ഇതെന്തിനാ 2 ഗ്ലാസ്? അപ്പൊ നീ അടിക്കുന്നില്ലേ? ഞാനേ അടിക്കുന്നുള്ളൂ. ഞാൻ അടിച്ച് ഒരു ലെവലാകുമ്പോ മിച്ചം ഉണ്ടെങ്കിൽ നീ അണിച്ചാ മതി. മിച്ചം ഉണ്ടാക്കി സാർ എനിക്ക് സൗജന്യമൊന്നും ചെയ്യണ്ട. അതുകൂടെ നീ അങ്ങ് വിഴുങ്ങിക്കോ. എടാ എച്ചി, ഒരു മുറിയിൽ 2 പേര് താമസിക്കുമ്പോ ചിലപ്പോ ഒരാളുടെ കയ്യിൽ 1-2 രൂപ കുറഞ്ഞെന്നിരിക്കും. 1-2 രൂപ കുറഞ്ഞെന്നിരിക്കും. ഇപ്പൊ കറുപ്പയ്യയുടെ കസ്റ്റഡി. അയാൾക്ക് പട്ട മേടിച്ചു കൊടുത്ത് വാടക കൊടുക്കാതെ ഞാനിവിടെ താമസിക്കും. എലനക്കി പട്ടിയുടെ കിറുനക്കി പട്ടിയായിട്ട് എന്റെ കൂടെ നീയും. എടാ എലനക്കി, ഒരു ദിവസം 10 കാശ് ഞാൻ ഉണ്ടാക്കൂടാ. ഇത് പറയാൻ തുടങ്ങിയിട്ട് നാളെ എത്രയായി? മൂത്ത് വരച്ച് കുഴി പോകത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് കിട്ടുന്ന കാശ് വർഷം തോറും കൂട്ടി വെച്ച് ഞാൻ കുതിര കളിക്കും. കിട്ടിയ ഊട്ടി, ഇല്ലെങ്കിൽ ചാട്ടി, അത്രേ ഉള്ളൂ. നീ നോക്കിക്കോ. ഒരു ദിവസം ഈ ഊട്ടി പട്ടണത്തിൽ കാശ് വീശി ലാവിഷായിട്ട് ഞാൻ വലസും. ഈ നിശ്ചൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഓഫ് ഇന്ത്യ. நான் போய் யோசிச்சேன். ஆமா, எங்க இந்த படம் வந்து போது நம்மள புறந்தவே மாட்டோம் பேச. Kunnur. Basically, I am from Kottagiri. Good Night Films. பெரிய ப்ரொடியூசர், ஹீரோயின் என்ட்ரி. Wow, இதுதான் கிளிக்கம். இப்பதான் தெரியுது எனக்கு. நானும் போட்டிருக்கேன்டா கிளிக்கம். ஓ, கிளிக்கம்னா அப்ப கொலுசோ? இல்ல, அதுல வர சவுண்டா வச்சுக்கலாம். ரேவதி மேம். வாவ், Yes madam, can I help you? Okay, കണ്ടിട്ട് മാറി ഒരു 100 രൂപ വീഴും. ഇംപ്രസർ അല്ല. ഓ, മലയാളിയാണല്ലേ? എങ്കിൽ കൊച്ചിയോ തൃപ്പൂണിത്തറയോ ആയിരിക്കും. കൊട്ടാരത്തിലെ പെണ്ണുങ്ങൾക്ക് ഇത്ര നിറം കാണും. തമ്പുരാട്ടിയല്ലേ? പറയാൻ മടിയുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നില്ല. ഇവിടെ ഒരുപാട് പ്ലേസസ് ഉണ്ട് മാഡം. ഐ എം എ പോർട്ടർ കം ഗൈഡ്. ആന്റണി, വണ്ടിയെടു. മാഡം കാരണം അതെ, ഇത് അടങ്കല്ലാണ്. പൈസയ്ക്ക് വേണ്ടി ബഹളം ഉണ്ടാക്കരുത്. ഞാൻ വാങ്ങിച്ചു തരാം കേട്ടോ. ആ കേട്ടോ. சுத்தி காட்டிட்டு இருக்காரு. சோலோ ட்ரிப் ரேவதி. மூசா, இங்க நாங்க போயிருக்கோம். ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹോട്ടൽ. നല്ലകുട്ടി മാഡം, ഇത് നാരായണൻകുട്ടി, എന്റെ സ്വന്തം ആളാ. അതെ, ഇത് നന്ദിനി തമ്പുരാട്ടി, തൃപ്പൂണിത്തറ കോവിലത്തെ. ഇതുപോലെ 4 ഹോട്ടലുകളുടെ ഉടമസ്ഥയാ. അതെ, എനിക്ക് ഈ ഹോട്ടലിൽ റൂം വേണം. ഇവിടുത്തെ ഏറ്റവും വലിയ റൂം വേണം. അയ്യോ, ഇവിടെ സൂട്ടൊന്നും ഒഴിവില്ലയോ? അങ്ങനെ പറയല്ല നാരായണൻകുട്ടി. മാഡത്തിനോട് ഞാൻ വളരെയധികം റിക്വസ്റ്റ് ചെയ്യാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നെ നാണം കരുതരുത് പ്ലീസ്.
ഒരു 15 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ റൂം വഴി അവർ പുറത്ത് കറങ്ങാൻ പോയിരിക്കും. വൈകിട്ട് ചെക്കൗട്ട് ചെയ്യാന്ന് പറഞ്ഞു. മാഡം പ്ലീസ് ആ ലോഞ്ചിലോട്ട് തിരിക്കും. ആ റൂം ശരിയാണോ? അത് മതി, അത് മതിയല്ലേ? അത് മതി, അത് മതി. മാഡം അങ്ങോട്ടിരിക്കാം. ഇവിടെ വലിയ പ്രയാസമാണ് റൂം കിട്ടാൻ. പക്ഷെ മാഡത്തിനോട് ഇഷ്ടപ്പെടും. ഓൾ ഫെസിലിറ്റീസ്, ഹെൽത്ത് ക്ലബ്, സ്വിമ്മിംഗ് പൂൾ, വെജിറ്റേറിയൻ ആൻഡ് നോൺ വെജിറ്റേറിയൻ, വണ്ടർഫുൾ റെസ്റ്റോറൻറ്റ്സ്, 24 hours സർവീസ്. ആ കൗണ്ടർ നിൽക്കുന്നവരെ വെട്ടിച്ചാ നമുക്ക് റൂം തന്നത്. നല്ല ഡീസന്റ് കക്ഷിയായി നാരായണൻകുട്ടി. വെരി ഗുഡ് ജെന്റിൽമാൻ. തെളിവാ இருக்காளா? എന്തോ വലിയ ആലോചനയിലാണെന്ന് തോന്നുന്നു. ഇനി എന്റെ സർവീസ് ഒന്നും ആവശ്യമില്ല, റൂം ഉടനെ കിട്ടും. അല്ല, ഇത് എന്റെ ഒരു തൊഴിലും വരുമാനവും ഒക്കെയാണ്. ഇങ്ങനെയൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത്. ഒരു എന്തെങ്കിലും അല്ല അല്ല ഇത് അയ്യോ മതി മതി. ഞാൻ നാളെ വേണമെങ്കിൽ വരാം. നാളെ മാഡത്തിന് റൂം എളുപ്പം കൊടുത്തേ. இப்ப இவனுக்கு சரக்கு கொடுக்க மாட்டான்னு நினைக்கிறேன். 82 രൂപയിലെ തരാനുള്ളത് 100 രൂപയുണ്ട്. ബാക്കി വെച്ചോണം. ഇന്ന് നല്ല കോൾ അടിച്ചിട്ടുണ്ടോ തോന്നുന്നു. വാ പൊളിച്ച് വെച്ച് അകത്തോട്ട് ഒഴിക്കും. ഇത് കേട്ടോ, ചപ്പാത്തിയും കോഴി വറുത്തതും നിന്റെ ചള്ള വയർ നിറച്ച് തിന്ന് ആർത്തി കുറയട്ടെ. എവിടുന്നോ? എന്റെ കയ്യിലുള്ള കാശ് കൊടുത്തു വെച്ച് വാങ്ങിച്ചു. അല്ലാതെ നിന്നെ പോലെ കയ്യിൽ കാശ് വെച്ച് എച്ചിത്തരം കാണിക്കുന്ന സ്വഭാവം എനിക്കില്ല. ഇത് കണ്ടോ, 100 രൂപയുടെ നോട്ട്. ഒറ്റ നോട്ടായിട്ട് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ നീ? മോഷണം നിന്റെ അച്ഛന്റെ ജോലിയാണ്. അല്ല, നിനക്ക് ഇത്രയും കാശ് എവിടുന്ന് കിട്ടാൻ? നീ രാജയോഗം എന്ന് കേട്ടിട്ടുണ്ടോ? എന്നാ അങ്ങനെ ഒന്നുണ്ട്, അതെന്റെ ജാതകത്തിലുണ്ട്. ഇന്ന് കാലത്ത് രാജയോഗം എനിക്ക് തുടങ്ങിയിരിക്കുകയാണ്. രാജകുമാരി രാജയോഗവുമായി രാവിലെ കുട്ടി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. ആര് തെളിച്ചു പറ. എന്തൊരു ഐശ്വര്യമാണെന്ന് നോക്ക്. കണ്ണുകളുണ്ടല്ലോ, നമ്മൾ 2 വൈരക്കല്ല് എടുത്ത് വെച്ച് കൊള്ളിക്കും. മൂക്കിന്റെ കാര്യമാണെങ്കിൽ മൂക്കില്ലേ? മൂക്കുണ്ട്, പക്ഷെ നിന്റെ പോലത്തെ നത്ത് മൂക്കല്ലടേ. മൂക്കം ചൂണ്ടൊക്കെ ഉണ്ടല്ലോ, നല്ല ചൊവചവാന്നിരിക്കും. ഞാൻ വിചാരിച്ചത് സായിപ്പിന്റെ കുട്ടിയാണ്. നല്ല സ്റ്റൈലും വേഷം. ഇംഗ്ലീഷ് ആണെങ്കിൽ പിന്നെ ചടപടപടപട. അല്ല, നീ കേൾക്കണം, നമ്മുടെ ഈ സ്റ്റൈലൊക്കെ കണ്ടപ്പോ അവൾ എന്നോട് ചോദിക്കാണ്, would you like to share some nice time with me and we'll go and enjoy the fun, we'll come back. എന്ന് വെച്ചാ ഓ, നിനക്ക് എന്നെ പോലെ ഇംഗ്ലീഷ് അറിഞ്ഞൂടല്ലോ. നിനക്കറിയാവുന്ന ഇംഗ്ലീഷ് 2 വാക്കല്ലേ? വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു. അത്രയും അറിഞ്ഞാ മതി. അത് വെച്ച് നിന്നെ പോലെ ഒരു കാളയെ എത്ര കാലം തീറ്റി പോറ്റിയില്ലേ? എനിക്ക് നിന്റെ തീറ്റയും വെള്ളവും വേണ്ടെങ്കിലാ. അവൾ എന്നോട് പറയാണ്, hey handsome, I am going to ഇവരാ சொல்றா? ആമാ സുന്ദരക്കുട്ട, ഞാൻ നിന്നെ ദത്തെടുത്തോട്ടെ എന്ന്. ഞാൻ പിന്നെ ഓക്കെ എന്ന് പറഞ്ഞു. ഒരു 1000 rupees എടുത്തു തന്നു. എന്നിട്ട് പറയാണ്, ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്, സീ യു ടുമോറോ, സ്വീറ്റ് ഡ്രീം. അവിടെ വരെ കഥ നിൽക്കുകയാണ്. അവളെവിടെ താമസം? അവളെവിടെ താമസം? ഹോട്ടൽ റോയൽ ടവറിൽ റോയൽ സൂട്ടിൽ നന്ദിനി തമ്പുരാട്ടി ഫ്രം റോയൽ ഫാമിലി വിശ്രമിക്കാണ്. നാളെ കാലത്ത് ഞങ്ങൾ വരിക. എനിക്ക് 2 ഫോട്ടോസ് എടുത്താൽ കൊള്ളാവുന്നുണ്ടറിയാ. നീ എന്നെ നന്നായിട്ട് ഇത് പരിചയപ്പെടുത്തി തരണം. നന്നായിട്ടെന്നല്ല, നിനക്ക് ഞാൻ പരിചയപ്പെടുത്തി തരികയില്ല. ബിക്കോസ് നിനക്ക് നന്ദിനി തമ്പുരാട്ടിയെ പരിചയപ്പെടാനുള്ള സ്റ്റാറ്റസ് ഇല്ല. നീ വെറും ചീപ്പാണ്. എങ്കിലും ഇത്രയും കാലത്തെ ഫ്രണ്ട്ഷിപ്പ് വെച്ച് നിനക്ക് ഞാനൊരു ഫേവർ ചെയ്യാം. മിക്കവാറും ഞങ്ങൾ അടുത്ത ആഴ്ച സിംഗപ്പൂരിലേക്ക് പോവാണ്. എവിടെ? സിംഗപ്പൂരിൽ. അവിടെ ഞങ്ങൾ ഇങ്ങനെ ജീവിക്കുമ്പോ ഇവിടെ ടൂറിസ്റ്റുകളുടെ ഇടയിൽ ക്യാമറയെ കടിച്ചു തൂക്കി കുറച്ച് നടക്കുന്നത് നിനക്ക് സിംപതിയുടെ പുറത്ത് വല്ലപ്പോഴും കുറച്ച് ഡോളേഴ്സ്, ഐ മീൻ സിംഗപ്പൂർ ഡോളേഴ്സ് മണി ഓർഡർ ആയിട്ട്, എങ്ങനെ മണി ഓർഡർ ആയിട്ട് അയച്ചു തരാം. ഇപ്പോ എന്റെ രാജയോഗത്തിന്റെ ട്രീറ്റ് ആയിട്ട് ഇതെടുത്ത് വെച്ച് നക്ക്. യെസ്. ഇതിന് മുഴുവൻ ഉത്തരം പറയണം. എന്താ പ്രശ്നം? എന്താ കണ്ണുകൊട്ടാണോ? കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ? താനാ ഇതിനെ ഇവിടെ കൊണ്ടുവിട്ടത്? തമ്പുരാട്ടി താ നിക്കല്ലേ, അങ്ങോട്ട് ചോദിക്കും. എന്താ ഉണ്ടായത്? റൂം തരാന്ന് പറഞ്ഞ എന്നെ ഇവിടെ പിടിച്ചിരുത്തിട്ട് റൂം തരുന്നില്ല. റൂം ഇല്ലെങ്കിൽ റൂം ഇല്ലെന്ന് പറയണം. വെറുതെ ആളെ പിടിച്ചെടുത്ത് മെനക്കെടുത്തത്. നിങ്ങളല്ലേ എന്നോട് റൂം കൊടുക്കാന്ന് പറഞ്ഞത്? പക്ഷെ ഇത് അഗതി വന്നൊരു സത്രമൊന്നും അല്ല. കാശില്ലാതെ റൂം കൊടുക്കും. കാശില്ലെന്ന് ആര് പറഞ്ഞു? അവരോട് ചോദിക്കും. കാശില്ലെന്ന് പറഞ്ഞോ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. കഷ്ടമുണ്ട്. നിങ്ങൾ ഒരു ഉരുണ്ട് കളിക്കരുത്. എനിക്കറിയാം അവരങ്ങനെ പറയില്ലെന്ന്. താൻ അവർ പറഞ്ഞു കൂടി ചോദിച്ചത് എന്താ പറഞ്ഞേ? അങ്കമാലിയിലത്തെ പ്രധാനമന്ത്രി എന്റെ അമ്മാനാണ്, അങ്ങനോട് പറഞ്ഞ കാശ് അയച്ചു തരുമെന്ന് പറഞ്ഞു. അമ്മാവനെ വിളിച്ചു പറഞ്ഞ കാശ് അയച്ചു തരുന്ന അവര് പറഞ്ഞില്ലേ? നിങ്ങൾക്കൊന്ന് ഫോൺ ചെയ്ത് അങ്കമാലി പ്രൈം മിനിസ്റ്റർ അങ്കമാലി. അങ്കമാലിയിലെ അമ്മാവൻ ആരാന്ന് പറഞ്ഞു? പ്രധാനമന്ത്രി. അപ്പൊ ഈ കഴുത പറയാ എന്റെ അമ്മാവന്റെ വകയല്ല ഈ ഹോട്ടലിന്. അപ്പൊ ഞാൻ ചോദിച്ചു, നിന്റെ അമ്മാവന്റെ വകയാണോ ഈ ഹോട്ടലിന്? അപ്പൊ ഒരുത്തൻ എന്നെ അടിക്കാൻ വന്നപ്പോ ഞാൻ എന്റെ കൊടയെടുത്ത് അവന്റെ വയറ്റത്ത് ഒറ്റ കുത്തി. ദാ അവിടെ ഇരിക്കുന്ന ഫോട്ടോ എടുത്ത് ഞാൻ തറയിൽ എറിഞ്ഞു പൊട്ടിച്ചു. എന്നിട്ട് ഒരുത്തൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു അവന്റെയാണ് ഈ ഹോട്ടലിന്. അവൻ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞപ്പോ ദാ അവിടെ ഇരിക്കുന്ന പൂച്ചട്ടി എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു കൊടുത്തു. അവനെ ആസ്പത്രി കൊണ്ടുപോയി.
ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. വട്ടാണല്ലേ. എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നു, അതെന്താ? നാരായണക്കുട്ടി, ഞാൻ എന്ത് ചെയ്യണം? തന്നെ എനിക്ക് കുറച്ചു നാളായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാനിതൊരു പോലീസിനെ വിളിച്ചില്ല. ഒരു 1,500 രൂപയുടെ നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. കാശ് കിട്ടിയ കേസിൽ അത് തൂക്കാം. കൈ കാശ് വല്ല ഇരിപ്പുണ്ടാ? എന്റെ കയ്യിലുണ്ടായിരുന്ന മുഴുവനും നിനക്ക് തന്നില്ലേ? 50 പൈസ എട്ടനുണ്ട്, അവനോട് റൂം തരാൻ പറ. നാരായണക്കുട്ടി, ഇവർക്ക് മുഴുത്ത വട്ടാ. കൂടുതൽ ശല്യം ഉണ്ടാക്കുന്നതിന് വിളിച്ചിറക്കിട്ട് പോടോ. നാരായണക്കുട്ടി, താൻ വിളിച്ചോണ്ട് പോകുന്നുണ്ടോ? ഞാൻ പോലീസിനെ വിളിക്കണം. പോലീസിനെ വിളിക്കണ്ട. நான் நினைச்சேன் அப்பவே, நான் தான் கேட்டேன் இவன் தெளிவா இருக்காளான்னு. 500 ഉലുവയും കൊണ്ട് ഊട്ടി തണ്ടാൻ ഇറങ്ങിയിരിക്കുന്നു ശവം. എന്റെ അമ്മോ, 3-4 കാറ്, ബംഗ്ലാവ്, അമ്മൂമ്മയുടെ ഹോട്ടല്. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങോട്ട് പുലിവാല് പിടിച്ചിട്ടില്ല. ഞാനല്ല ഇതൊന്നും പറഞ്ഞ. അയ്യോ അല്ലേ, ഈ പാവത്തിനൊരു തെറ്റ് പറ്റിയതാണേ. നല്ല സ്റ്റൈല ഭ്രാന്തി. ഏടാ അമ്പിളി അമ്മാവനെ പിടിച്ചു തരാം. എന്റെ തലയിൽ നിന്ന് ഒഴിഞ്ഞു തരൂ. എന്റെ കാശിതാ, ഞാൻ പോയിക്കോളാം. കാശുണ്ടെങ്കിൽ അതിൽ നിന്നൊരു തൊഴിയും കൂടെ വെച്ചു തന്നെ. എനിക്ക് വിശക്കുന്നു. വിശക്കുന്നെങ്കിൽ മോളിലോട്ട് നോക്കി കുറെ വായി വലിച്ചു കയറ്റി ചവച്ചിറക്കി തിന്നോ. ഇത്രയും രൂപ ഒരുമിച്ച് തന്നപ്പോ ഞാൻ വിചാരിച്ചു ഇതിനകത്ത് കെട്ടുകെട്ടായിട്ട് ഇരിക്കുന്നുണ്ടെന്ന്. നല്ല വെയിറ്റ് ഉണ്ടല്ലോ. വല്ല അമ്മിക്കല്ലോ ആട്ടുകല്ലോ വല്ലോ ആണോ? പണയം വെക്കാൻ വല്ലതും ഉണ്ടോ? രാവിലെ ഒരു കോവർ കഴുതിയാ കണിയേണ്ടത്. ഇപ്പൊ അതിന്റെ ഗതിയെ എനിക്ക് ഇനി ഇത് കൊണ്ടുനടക്കാൻ വയ്യ. എന്തോന്നിത്? ആക്രി കച്ചവടം ഉണ്ടായിരുന്ന എന്റെ വെള്ളാരക്കല്ലും പെട്ടി എല്ലാട്ടും ഈ നാശാക്കി. കല്ലും മണ്ണും ചോക്കാൻ വേറെ ആളെ നോക്കണം. എന്റെ കാശ് ഇപ്പൊ തിരിച്ചതാ, ഞാൻ പോയിക്കോളാം. മക്കളെ കരയണ്ട. ചേട്ടൻ എല്ലാം കരയണ്ട കേട്ടാ. ഇതേതോ കൂടിയ ഇനമാണ്. ദേഹോദ്രവം തുടങ്ങി. ഞാൻ വളരെയധികം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് നീ പറഞ്ഞ കക്ഷി? ഹലോ മാഡം, വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു. എന്റെ മേത് തൊടരുത്, കൊരങ്ങൻ. എന്തോന്നടേ ഇത്? ഇതിന് വട്ടുണ്ടോ? பார்த்தோன்னே கண்டுபிடிச்சிட்டான் அவன். இவன் அது தெரியாம എന്നൊക്കെ പറഞ്ഞതോ? നീ വാ. ஒரே ஒரு அடியிலே கண்டுபிடிச்சான். 2 நாள் கூட சுத்தி. എന്റെ ദൈവം, ചങ്ങലക്കിട്ടിരിക്കുന്ന എവിടുന്നോ പൊട്ടിച്ചോണ്ട് വന്നതാ. നീ എനിക്കൊരു 500 രൂപ എന്ന് സഹായിച്ചാല് ഞാൻ ഈ ശല്യത്തിന് എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞോളാം. നീ എന്റെ മുമ്പിൽ കിടന്ന് വിലസിയില്ലേ? എന്തൊക്കെയാ നീ പറഞ്ഞത്? സിംഗപ്പൂര് പോയിട്ട് നീ എനിക്ക് മണി ഓർഡർ അയച്ചു തരാമെന്നല്ലേ? അങ്ങനെ അയച്ചു തരുമ്പോ ഒരു 500 രൂപ കുറച്ച് നീ എനിക്ക് അയച്ചാൽ മതി. അല്ലാണ്ട് കണ്ട പ്രാന്തി പെണ്ണിന് കൊടുക്കാൻ 10 പൈസ തരില്ല. നീ കൂടെ എന്നെ കൈവിടരുത്. എന്നെ നമ്പി നീ ഇവിടെ നിൽക്കണം. ഈ കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല. അത്രയ്ക്ക് നീ ഇവിടെ കിടന്ന് അഹങ്കരിച്ചില്ലേ? ബെസ്റ്റ് രാജയോഗം കൊണ്ട് അനുഭവിച്ചോ? ഇന്ന് രാത്രി നീ ഇവിടെ കിടത്ത്. എന്നിട്ട് വേണം വല്ല വെട്ടുകത്തിയും കോടാലിയും എടുത്ത് അവളെ എന്റെ വടലേക്ക് വെട്ടാൻ. നിന്നെ കൂടെ താമസിപ്പിച്ചേ ഞാനൊരു വഴിയിലായി. ഇനി വയ്യാവേലും കൂടെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ. പൂച്ച പട്ടിയല്ലോ. നീ എന്ത് പറഞ്ഞാലും ശരി, ഇന്ന് രാത്രി ഇവിടെ താമസിപ്പിച്ചേ പറ്റൂ. നാളെ രാവിലെ ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. 500 രൂപ. ശരി, സൂക്ഷിക്കണേ. എനിക്ക് വിശക്കുന്നു. മക്കൾ ഇവിടെ ഞാൻ പോയിട്ട് അപ്പവും മുട്ടയും വാങ്ങിച്ചോണ്ട് വരാം. വേഗം മേടിച്ചോണ്ട് കൊടറേ, ഇല്ല നിന്റെ പ്രാവിനെയൊക്കെ അവള് വിഴുങ്ങും. 2 ഐസ്ക്രീം. 2 മതിയോ? ഈ തണുപ്പത്ത് തിന്നാൻ നല്ല രസമായിരിക്കും. വേറെ എന്ത് കിട്ടും? വേറെ ആന മുട്ട പുഴുങ്ങിയത് കിട്ടും. വേണോ? പിന്നെ എവിടെ വായിലൊട്ടിക്കാനാ? എനിക്കിവിടെ വർത്തമാനം കേട്ടിട്ട് ചൊറിഞ്ഞോണ്ട് വരുത്. പല്ല് വേനിക്കണ്ട് ഗുളിയും കൂടെ മേടിച്ചോ. അവൻ ലോ ലവൻ വലിയ இந்த பூவெல்லாம் எவ்வளவு இருக்கும் தெரியுமா? നമ്മളെ നരകം കണ്ടിട്ടുണ്ടോ? നരകം ഞാൻ കേട്ടിട്ടുണ്ട്. ആളുകളൊക്കെ എണ്ണയിലിട്ട് വറുത്ത് ഐസ് വെള്ളത്തിലിട്ട് കുളിപ്പിച്ചെടുക്കുന്ന സ്ഥലല്ലേ? അയ്യോ, എനിക്കവിടെ പോണ്ട. எல்லாம் ஹைட்ல காம்பவுண்ட் வால். ഹായ് ഹായ്. നല്ല രസല്ലേ കാലത്തിങ്ങനെ? എനിക്ക് വലിയ രസമൊന്നും തോന്നിയില്ല. സർക്കസിലായിരുന്ന മുമ്പ്. അയ്യേ, എന്ത് ചേരാത്തത്? നല്ല സ്റ്റാമിന ഉണ്ടല്ലോ. എത്ര നാളായി തുടങ്ങിയിട്ട് ഈ ഊര് ചുറ്റല്. പറയാനൊന്നും ആളില്ലേ? ഇനി നമ്മൾ എങ്ങോട്ടാ പോവാ? ഇനി നമ്മള് ഒരു സ്ഥലത്ത് ഞാൻ കൊണ്ടുപോവാ. മെന്റൽ ഹോസ്പിറ്റലാ? അതാ നിனைக்கிறேன். അടുത്ത് ഇവിടെ അമ്പലമൊന്നുമില്ലല്ലോ തൊഴാൻ. അതാണ് അമ്പലമില്ല. അമ്പലത്തിലെ ദൈവങ്ങളെ ആർക്ക് വേണം? അവരൊക്കെ പോറ്റിമാരുടെ സ്വന്തക്കാരല്ലേ. കാശ് കൂടുതൽ കൊടുക്കുന്നവന്മാർക്ക് വേണ്ടി അവന്മാര് താറും പാച്ചിന്ന് ദൈവത്തെ പുകഴ്ത്തും. കൊറേ പുകഴ്ത്തുമ്പോ അവരങ്ങ് പൊങ്ങിപ്പോവും. ദൈവങ്ങളല്ലേ. നമുക്ക് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാം. എന്റെ അമ്മോ എന്നെ അങ്ങ് എടുത്തോണേന്ന്. എനിക്കിനി വയ്യേന്ന്.
അപ്പൊ അപ്പൊ അല്ല അടാ. ആ കോടയെ മടിയൊക്കെ എടുത്ത് മാറ്റേ. കണ്ണടച്ചോ, തുറക്കരുത്, ഒളിഞ്ഞു നോക്കരുത്, പ്രാർത്ഥിച്ചോ. ഇപ്പൊ വരും ജ്യോതി, ഇപ്പൊ വരും. ഇവൻ പോയിട്ട് വാ, 4 തള്ളി വിടുവാ. ജ്യോതി വേഗം വരണേ, വേഗം വരണം. അച്ചോ ഇരുട്ടിരിച്ചു. കളഞ്ഞ് എന്റെ അമ്മോ, ഞാൻ കൊണ്ടുപോയി കളഞ്ഞു. എവിടെ കൊണ്ട് കളഞ്ഞു? ആ മുക്കുരുത്തി മലയുടെ മോളിൽ കൊണ്ടുവിട്ടിട്ട് പാമ്പ് കടിച്ചവന്റെ തലയിൽ തേങ്ങ വീണെന്ന് പറഞ്ഞു. ഇടിവെട്ടിവന്റെ തലയെ പാമ്പ് കടിച്ചെന്ന് പറയടേ. ആ എല്ലാം ഒന്ന് തന്നെ. നീ എനിക്ക് ഇവിടെ ഒന്ന് ഒഴിക്കാൻ ഒരു 3 എണ്ണം അടിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങാം. നീ ഇവിടെ വാങ്ങിച്ചോണ്ട് വെച്ചിരിക്കണം ഒഴിച്ചു തരാൻ. അന്ന് ഞാൻ വാങ്ങിച്ചു വെച്ച ഒരു ബോട്ടിൽ എവിടെ? അതോ എടേ, ആ പ്രാന്തിപ്പെണ്ണി ഇവിടെ നടന്ന ടെൻഷനില്ല ഞാൻ അങ്ങ് അടിച്ചു തീർത്തു. മനുഷ്യന് മനസ്സമാധാനമായിട്ട് ഇപ്പോഴാണ് ആഹാരം കഴിക്കാൻ തോന്നുന്നത്. അപ്പൊ അത് വേണ്ട. നിന്നെ എനിക്ക് വിശ്വാസമില്ല. അയ്യ, ഇതിൽ 6 പൊറോട്ട ഉണ്ട്. 2 പൊറോട്ട നിനക്കും 4 പൊറോട്ട എനിക്കും. ഇത് ചിക്കൻ കഷ്ണം നിനക്കും പകുതി ചാറ് എനിക്ക് അല്ലേ? ചാറി മുക്കി നക്കിയാന്ന്. എടാ എച്ച് എന്നും എച്ചിയാണ്. എടാ ദരിദ്രവാസി എന്നും ദരിദ്രവാസി. തമ്പുരാട്ടിയുടെ കൂടെ റോയൽ സൂട്ടിൽ ഡിന്നറിങ്ങിന് പോയപ്പോ നീ എന്തുവാ എന്നോട് പറഞ്ഞത്? പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. അല്ലടാ പുല്ലേ. മുനുസ്വാമി ആയിരിക്കും ഫോട്ടോ മേടിക്കാൻ വന്ന. കൊടു. ഇത് മുനിസ്വാമി അല്ല. അയ്യോ അല്ലേ? എന്നാ ഇതായിരിക്കും. കളറ് പടവും പതിഞ്ഞിരിക്കുന്നല്ലേ. കോട് வந்துட்டாளா இல்ல ஏதாவது ஆயிருச்சா? ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല. ആനവളെ കണ്ടോടി കാണും. എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ? അയ്യോ എടി അവിടെ. അയ്യോ ഞാൻ ഇടാൻ ക്ലീൻ ചൂടാവരുത്. ഏത് നിമിഷവും ഭ്രാന്ത് പിടിക്കുന്ന ഒരവസ്ഥയിലാണ് ഞാൻ. ഞാൻ ചൂടാകുന്നില്ല. പക്ഷെ തമ്പുരാട്ടിയുടെ നിലപാട് എന്താണെന്ന് എനിക്കറിയണം. ഇത്ര നാള് സഹിച്ചില്ലേ, ഇന്ന് രാത്രിയോടെ സഹിക്കാൻ. ഇപ്പൊ എന്റെ തലയിലൊന്നും വരുന്നില്ല. നാളെ കാലത്ത് എന്തെങ്കിലും ചെയ്യാം. കാലത്ത് എന്ത് ചെയ്യാൻ പോവാണ്? നിവൃത്തിയിൽ ഞെക്കി കൊന്നിട്ട് ഞാൻ ജയിലിൽ പോവും. അതിന് എന്ത് വേണോ ചെയ്യും. ഇപ്പൊ ചാപ്പാട് പുറത്തെടുത്താ മുഴുവനുള്ള അടിച്ചു കയറ്റി കളയും. അങ്ങനെ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ ഇവളെ ഉറങ്ങിയിട്ട് നമുക്ക് എടുത്താൽ മതി. പ്രശ്നമുണ്ട്. കൊരങ്ങാ, കോയിന്റെ മണം. അത് പുറത്തെവിടെയോ ഒരു കോഴി കറങ്ങി നടക്കണ കണ്ട്. അല്ല, പോയി കിടന്നു ഉറങ്ങു വേണ്ടേ? പ്ലീസ്. വിശക്കുന്നു. அவள உறங்கி வல்ல கழிச்சுண்டு. எனக்கு தெரிஞ்சு அதுக்கு முன்னாடி இவ சாப்பிட்டுருப்பா. നല്ല എരി. വാ ഇങ്ങ് വാ, കൊച്ചു ബാക്കിയുണ്ട്. കൊരങ്ങിന് വേണോ? എവിടെ അസുഖം എനിക്ക് മനസ്സിലായി. ആർത്തി മൂത്ത് പ്രാന്തായതാണ്. ഞാൻ എപ്പോഴേ പറഞ്ഞില്ല ഇവിടെ കോയി ഉണ്ടെന്ന്. ഈ കൊരങ്ങൻ എപ്പോഴും നുണയെ പറയും. എടി മൂദേവി, ഞാൻ കൊരങ്ങനല്ലടി, ചിമ്പൻസിയാണ്. ചിമ്പൻസി. അതിന് കലി വന്ന് എന്തൊക്കെ ചെയ്യുന്നറിയോ? ഈ വിശക്കുന്നേ. നിനക്ക് പൊറോട്ടയും ചിക്കനും ഞാൻ വാങ്ങിച്ചു. പാതിരാക്കി നിന്റെ അച്ഛൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൊറോട്ടയും ചിക്കനും എന്റെ ശവന്തി ഇവക്കിട്ട് കൊടുക്കണം. ആർത്തി കൊണ്ടാൽ അതും തീർത്തോളും. നീ ഒന്നും പറയണ്ട. നീ എന്നോട് താമസിക്കുന്ന പ്രശ്നമേ ഇല്ല. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഒന്നും പറയണ്ട. നീ ഇവിടുന്ന് ഇറങ്ങണോ അതോ ഞാൻ ഇവിടുന്ന് ഇറങ്ങണോ? നീ ഇത് കണ്ടോടെ? കണ്ടു. പിന്നെ എന്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? വിളിച്ചോണ്ട് ഇറങ്ങണേ. ഇറങ്ങ്. ഇറങ്ങാൻ. ഇറങ്ങണേ. അയ്യോ അത് ഗ്ലാസ് ഹൗസ്. അയ്യോ വിളിച്ചോണ്ട് പോടായി മറക്കണത്തിന്. പോടി. என்னடா பண்ணிட்டு இருக்கீங்க? എന്നെ ഇട്ട് ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യരുത്. ഒരല്പം ദയ കാണിക്കണം. പാതിരാത്രിയിൽ ഇങ്ങനെ ഒരു പെണ്ണിനെ കൊണ്ട് ഞാൻ ഇവിടെ കൂടെ നടന്നാൽ ആളുകൾ തെറ്റിദ്ധരിക്കും. ഇതുവരെ സമ്പാദിച്ചാൽ ഒരല്പം മാന്യത മാത്രമേ ഇപ്പൊ ബാക്കിയുള്ളൂ. അതുകൂടി ഇല്ലാതാക്കി ഞാൻ നിന്റെ കാല് പിടിക്കാം. എന്റെ കാല് പിടിക്കുന്നതൊക്കെ കൊള്ളാം. നന്നായിട്ട് ഞെക്കണം. എനിക്ക് കാല് കഴിക്കുന്നു. കാല് വലിച്ചു. അയ്യോ എനിക്ക് നോവില്ലേ? എന്ത് വന്നാലും ശരി, നാളെ രാവിലെ ഈ വണ്ടി ഇവിടുന്ന് പോകുമ്പോ നിന്റെ ആക്രി പെട്ടി ഇതിനകത്ത് എടുത്തിട്ട് നിന്നെ ഇത് കയറ്റിയിരുത്തും. അതിൽ നിന്നെങ്ങാനും പുറത്തിറങ്ങിയ ഈ ട്രെയിനിന് മുമ്പിൽ തല വെച്ച് ഞാൻ ചാവും. എന്തായാലും ഇതിന്റെ അവസാനം കണ്ടേ തീരൂ. ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ. എന്റെ അമ്മയാണ് രണ്ടിലൊന്ന് തീരുമാനിക്കും ഞാൻ. ഇവിടെങ്കിലും കാണണേ. ഒന്നുണ്ട്. அவளை கண்டுபிடிச்சு கொடுத்தா ஏதாவது அமௌண்ட்னு போட்டிருப்பாங்க. അളിയ ഞാൻ പറയുന്നൊന്ന് കേക്ക്. അളിയ അടിയ തൊട്ടുപോലെ തന്നെ.
ഇന്നലെ വിശപ്പുണ്ട്, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. എന്തൊക്കെ? നീ ക്ഷമി, ചട്ടിയും കലവും ആവുമ്പോ തട്ടിയും മുട്ടിയും ഇരിക്കും. അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, എനിക്കൊരു 50 രൂപ. എന്തിന്? ഞാൻ ഗോകർണത്തോ കോയമ്പത്തൂരോ എവിടെയെങ്കിലും പോയി എച്ചിലെടുത്തോ ചുവടെടുത്തോ ജീവിച്ചോളാം. ഈ ശവം ഇവിടുന്ന് പോയി കിട്ടും. നമുക്ക് എല്ലാത്തിനും വഴി ഉണ്ടാക്കാം. അവിടെ പറയടേ, അവൾ ഉണരും, അതിനു മുമ്പ് എനിക്ക് പോണം. നീ ചുമ്മാ ഇരി. എന്റെ മോളെ ചാച്ചു വന്നോ? ചുക്കുരി മോളെ, എനിക്ക് വാ വിളിച്ചു തുടങ്ങി. നീ തുടങ്ങി നിക്കടാ. ആവുമല്ലേ മോളു, നമ്മുടെ കുട്ടിയല്ലേടാ. വാടാ കുട്ടി. നിനക്ക് എന്തോന്ന് പറ്റിയടേ? അറിയുവോ ഈ കൊരങ്ങൻ പൊറോട്ടയും കോഴിക്കറിയും ഇഡ്ഡലിയും മുളകുപൊടിയും ഒക്കെ മേടിച്ചു തരാം. എന്റെ ഉദ്ദേശം എന്താണ്? ഈ മിണ്ടാതെ എന്റെ കൂടെ വന്നാ മതി. മോള് വന്നേ. മോള് വാ. ഇഡ്ഡലി ബജ്ജി സാമ്പാർ. മോൾ എന്ത് വേണേലും തിന്നോ, വേണേ കട മുഴുവൻ മേടിച്ചു തിന്നോ. ഒന്നുമില്ല, വാ. ഇതാ അതവിടെ തിന്നോളൂ. ഊട്ടിയില നടക്കുന്നത്. ഇന്നലെ ഞാൻ സ്മാള് പോയിക്കൊണ്ടുവന്ന പേപ്പറാണ്. 20 വയസ്സ്, ഇളം പെണ്ണെ കാണവില്ലേ. ഇത് അവളല്ലേ? ആ, പിടിച്ചു കൊടുത്താ 15,000 രൂപ കിട്ടും. ഇത് 10 ദിവസത്തിന് മുമ്പുള്ള പേപ്പറാ. ഇത് 3 ദിവസത്തിന് മുമ്പുള്ള പേപ്പറാ. ഇതിൽ 25,000 രൂപയായിട്ട് കൂടിയിട്ടുണ്ട്. ഞാൻ ഇതിനെപ്പറ്റി ഒരു റിസർച്ച് നടത്തിയാ. നമുക്ക് പിടിച്ചു കൊടുക്കാതെ. പൊന്മുട്ടയിടുന്ന താറാവിനെ കൊല്ലരുത് എന്ന് വെച്ചാ ഒരു 10 ദിവസം എവിടെ നമ്മുടെ കസ്റ്റഡിയിൽ ഇരിക്കട്ടെ. റേറ്റ് കൂടും ഉറപ്പാ. ഇപ്പൊ സ്വല്പം കഷ്ടപ്പെട്ട നമ്മുടെ കഷ്ടപ്പാട് എന്നേക്കുമായി തീരും. ദാടാ, വന്നു കയറിയ മഹാലക്ഷ്മി നീ പുറംകാലുകൊണ്ട് തട്ടിക്കളയാടാ. പിന്നെ അവള് തന്നെ. உன் கூட இருக்கிற பொண்ணு யாரு? எந்த பொண்ணையா? அந்த பணக்கார பொண்ணு யாருன்னு? அது பணக்காரி பொண்ணு இல்லை, பிச்சைக்காரி. எனக்கு எல்லாம் தெரியும்டா. அப்படி ஒண்ணும் இல்ல, அவக்கு தலை உடம்பு சரியில்லை. நான் மருந்து வாங்கிட்டு போறேன். பொய் சொல்லாதடா. நான் சொன்னது உண்மைதான், பொய்யல்ல, நிஜமா பைத்தியம். ലീക്ക് ആയെന്നാണ് തോന്നുന്നത്. കണ്ട തൊട്ടികളൊക്കെ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എനിക്ക് നിന്റെ വായിന്ന് തന്നെ കിട്ടുന്ന കാശിന് ഇതിനെ കൊണ്ട് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞില്ല. മണ്ട, ഇപ്പൊ കൊടുത്താൽ ഇത്രയും നാളെ ഇവിടെ തിന്ന് മുടിച്ചതുകൂടി മുതലാവൂല. കുറച്ചുകൂടെ പോട്ടടേ. ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഒരു സ്ഥലം കണ്ടു വെച്ചിട്ടുണ്ട്. നീ എവിടെയും കൊണ്ട് അങ്ങോട്ട് മാറണം. എവിടെ? ഡോബി ഖാൻ. അവിടെ ഒരു വീട് ഒഴിഞ്ഞു കിടപ്പുണ്ട്. നീ ഒരു 10-20 ദിവസം ആ ഏരിയയിൽ എവിടെ പോറ്റിയാൽ നിന്നെ എവിടെ ആരും അറിയേയില്ല. 10 ദിവസം ഈ സാധനത്തിനെ കൊണ്ട് ഞാൻ അവിടെ കിടന്ന് കറങ്ങ, നീ ഇവിടെ സുഖമായിട്ട് കഴിയാ. കാലണക്ക് പ്രയോജനമുള്ള ജോലി എന്തെങ്കിലും ചെയ്യടാ. ഞാൻ പറയുന്ന നീ ഒന്നും പണയണ്ട, ഞാൻ പണഞ്ഞു തരാം. ഏതോ ട്രബിളിൽ പോയി മാട്ടിക്ക് പറയാൻ. മതി എണീറ്റ് വാ. നീ എന്താ പറയാന്ന് പറഞ്ഞ? ആദ്യം ആ പെണ്ണിന്റെ ഷേപ്പ് ഒന്ന് മാറ്റം. സ്വന്തം തന്ത കണ്ടാ പോലും തിരിച്ചറിയരുത്. എങ്ങനെ? അവളുടെ തല അങ്ങ് വെട്ടിക്കളാ. സീരിയസ് ആയിട്ട് വല്ലതും പറയുമ്പോ ആക്കും. എടോ, ഗതികേടിന് വല്ലവരും കണ്ടാ തിരിച്ചറിയില്ലേ? നമുക്ക് അവളുടെ തലമുടി ഇവിടെ വെച്ച് മുറിക്കാം, എന്നിട്ട് ഒരു കണ്ണാടിയും കൂടെ വെച്ച് കൊടുക്കാം. എങ്ങനെ? അവക്കൊരു മീശ കൂടി വെച്ച് കൊടുത്താലോ? നിന്നെ പോലൊരു ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മീശ വെക്കാൻ പോലും കുളമാക്കല്ലേ. നീ പോയി തലമുടി വെട്ടാൻ ഒരാളെ വിളിച്ചോണ്ട് വാ, ഒരു കണ്ണാടി. ഒരെങ്ങനെ ഒരാളെ വിളിച്ചോണ്ട് വരാൻ പോയി. മാമനെ. அவங்க நடிச்ச ஒரு படம் தமிழ்ல, மாமன். வடை புடிச்சா போஸ்ட் தூக்கிட்டு இது இல்லப்பா, கார்டனிங். വേണ്ട, മുടി വെട്ടണ്ട. പിന്നെ வாங்கிடுவான்னு நினைக்கிறேன். நல்லா இருந்த ஜீவனை. அங்க வீடெல்லாம் இப்படிதான் வச்சா இருக்கும், டோர் எல்லாம். தேங்க்யூ ஃபார் வாட்சிங் பார்ட் 1. நம்ம பார்ட் 2ல சந்திப்போம். பை பை.